പാലക്കാട് പിന്നെ നല്ല ഭൂരിപക്ഷം കിട്ടും. ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് താരതമ്യപ്പെടുത്താൻ നല്ലത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പാണല്ലോ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഷാഫി പ്രസ്റ്റീജിയസ് ആക്കിയ രാഹുലിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട്. അതുപോലെ ചേലക്കര കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് 10-38,000 അതിനനുസരിച്ച് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ ലാസ്റ്റിൽ രാഹുൽ ഗാന്ധി നേടിയ 3,60,000 മുകളിലോ അതിനേക്കാൾ കൂടുതൽ അതാ തങ്ങൾ പറഞ്ഞത്, കൂടുതൽ വോട്ട് കിട്ടാനാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിയിട്ടാണ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDF എല്ലാ നിലയിലും റിസൾട്ട് അനുകൂലമാണ്. പാലക്കാടൊക്കെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നു ആക്ഷേപം ഉയർന്നിരുന്നു. അതിനൊക്കെ തിരിച്ചടിയാണോ ഇപ്പോൾ ഉള്ളത്? അതെ, തിരിച്ചടി തന്നെയാണ്. കാരണം BJP കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തേരോട്ടം നടത്തിയത്. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ BJP ഉള്ളൂ, അവിടെ 9,000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് 900 വോട്ട് പോലും ലീഡുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. BJPയുടെ വലിയ തകർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വെന്നിക്കൊടി പറത്തി, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFന് ഈ റിസൾട്ട് 3 സ്ഥലത്തുള്ള റിസൾട്ട് ഒരു കണക്കിന് UDFന് മെച്ചാണ്. സാങ്കേതികമായി ഇപ്പോൾ ചേലക്കര ജയിച്ചാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല. എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ 3 ഇരട്ടി വോട്ട് പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വയനാട്ടിലും നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിയട്ടെ എന്നിട്ട് ബാക്കി പറയാം.